കൃപയും ദൈവജനത്തോടും അഭിഷിക്തനോടും ഒപ്പം ആയിരിക്കാൻ സ്വർഗമൊരുക്കി തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ശ്രേഷ്ഠ ദൈവഭൃത്യൻ കുടുംബം, ദൈവസഭയുടെ ഭാഗങ്ങളായിരിക്കുന്ന വിവിധ ഇടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവ കുടുംബങ്ങൾ ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി നാം അധികാരങ്ങൾ എന്ന വിഷയത്തെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബൈബിൾ സ്റ്റഡി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ഇതൊരു മോട്ടിവേഷണൽ ക്ലാസ് പോലെ അല്ലെങ്കിൽ ഒരു ദൂത് പോലെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതല്ല. അതിന് ശാന്തമായി നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ബൈബിൾ സ്റ്റഡികൾക്കകത്തു നിന്ന് ദൂതുകൾ ലഭിക്കുന്നതിനെക്കാട്ടിലുപരി നമ്മളിൽ ഒരു ബേസ് നൽകുകയും നമ്മളിൽ ദൈവവചന തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. എന്നാൽ ദൈവ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആകയാൽ ഒരു അറിവ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ് ദൈവവചന പഠനത്തിൽ കൂടെ. മാത്രമല്ല, ഈ അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ അന്തർലീനമായി കിടക്കുമ്പോൾ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, ഓരോ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് സാഹചര്യങ്ങളെ വിവേചിക്കുവാനും പ്രതികൂലങ്ങളെ വിവേചിക്കുവാനും നമുക്ക് ഈ ദൈവവചനത്തിന്റെ അറിവുകൾ നമ്മളെ പ്രാപ്തരാക്കി തീർക്കും. പ്രതികൂലത്തിന്റെ സമയങ്ങളിലാണ് ദൂതുകൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ പ്രതികൂലത്തിന് മുന്നമേ തന്നെ ഈ അറിവുകൾ നാം പ്രാപിക്കുമ്പോൾ അത് നമ്മളെ അതിനകത്ത് ബലത്തോടെ ശാന്തമായി നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ആകയാൽ തിരുവചന പഠനവും തിരുവചനത്തിൽ നിന്നുള്ള ദൂതുകളും ഇത് രണ്ടും ഒരുപോലെ ഒരു മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ ഇത് രണ്ടും ആ 2 മൂഡിലിരുന്ന് കേൾക്കണം. ഒരു ദൂത് കേൾക്കുന്ന ലാഘവത്തോടുകൂടെ ദൈവവചന പഠനം ശ്രദ്ധേയമല്ല. ദൈവവചന പഠനം കേൾക്കുന്ന അതേ ചിന്തയോടുകൂടെ ഒരു ദൂതിന്റെ സമക്ഷത്തിരുന്നാലും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ ദൈവവചനം പഠിപ്പാനുള്ള ഒരു ചിന്താഗതിയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 2 രാത്രികളിലായി അധികാരങ്ങൾ എന്ന വിഷയത്തെ അല്പമായി നാം ധ്യാനിക്കുകയുണ്ടായി. ഒന്നാമതായി അധികാരത്തെ 2 വിധത്തിൽ നാം പഠിച്ചു. സ്വയ അധികാരവും പകരപ്പെടുന്ന അധികാരവും. സ്വയ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ്. പകരപ്പെടുന്ന അധികാരം എന്നുള്ളത് പിശാചിന് ദൈവം നൽകിയ അധികാരം അല്ലെങ്കിൽ ദൂതനും ആയിരിക്കുമ്പോൾ നൽകപ്പെട്ട അധികാരത്തോടു കൂടി അവൻ താഴേക്ക് വീഴുന്നു. അടുത്തതായി മനുഷ്യർക്ക് ദൈവം നൽകുന്നു. മനുഷ്യർക്ക് ദൈവം അധികാരം നൽകുന്നത് പോലെ പിശാചും തന്റെ അധികാരത്തെ മനുഷ്യർക്ക് പങ്കിട്ട് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഈ അധികാരത്തെ പഠിക്കുമ്പോൾ ദൈവിക അധികാരം, ദേശീയ അധികാരം, മാനുഷിക അധികാരം, അവയവ അധികാരം, പൈശാചിക അധികാരം എന്നിങ്ങനെ നാം കാണുകയുണ്ടായി. യേശു കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് നാം കാണുകയുണ്ടായി. പവർ ആൻഡ് അതോറിറ്റി. എന്താണ് ശക്തിയും അധികാരവും തമ്മിലുള്ള വ്യത്യാസം? പവർ ഇസ് ദ എബിലിറ്റി ടു ഡു സംതിങ് ആൻഡ് ദ അതോറിറ്റി ഇസ് ദ റൈറ്റ് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യുവാനുള്ള ആ സ്വാതന്ത്ര്യമാണ് അധികാരം എന്ന് നാം കാണുകയുണ്ടായി. ഈ അധികാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്നാമതായി ഈവിൽ അതോറിറ്റി, പൈശാചിക അധികാരത്തെയാണ് നാം കാണുകയുണ്ടായത്. പൈശാചിക അധികാരത്തെ നാം പഠിച്ചു വരുമ്പോൾ പൈശാചിക അധികാരം, പാതാളത്തിന്റെ അധികാരം, ഇരുട്ടിന്റെ അധികാരം, സാത്താന്റെ അധികാരം, ആകാശത്തിന്റെ അധികാരം, ഇങ്ങനെ 4 തലത്തിലാണ് ഈ പൈശാചിക അധികാരം വ്യാപരിക്കുന്നത് എന്ന് നാം കാണുകയുണ്ടായി. ഈ പൈശാചിക അധികാരം 4 വിധത്തിൽ വ്യാപരിക്കും. ഇനിയും ഈ പൈശാചിക അധികാരത്തിലേക്ക് നമ്മുടെ മേൽ വരുമ്പോൾ അത് പൈശാചിക അധികാരം രാജാക്കന്മാരിൽ കൂടെ അല്ലെങ്കിൽ മാനുഷിക അധികാരം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നതായ വിഷയങ്ങളെ നാം കാണുകയുണ്ടായി. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു, രാജാക്കന്മാർ ഞങ്ങളുടെ ദേഹത്തിന്മേലും കന്നുകാലികളുടെ മേലും അധികാരം നടത്തുന്നു. ശരീരത്തിന്റെ മേൽ വെളിപ്പെടുന്ന അധികാരം, ഹൗസ് ഹോൾഡിന്റെ മേൽ, നമ്മുടെ നന്മകളുടെ മേൽ, നമ്മുടെ പ്രോപ്പർട്ടീസിന്റെ മേളിൽ വെളിപ്പെടുന്നതായ അധികാരം. ഈ അധികാരം ഒരു അനദർ അതോറിറ്റി നമ്മുടെ മേൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വലിയ കഷ്ടതയിലാകുമെന്നാണ് നെഹമ്യാവ് 9:37 നിന്ന് നാം പഠിച്ചത്. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേൽ 8:24 നിന്ന് നാം പഠിച്ചു, വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്നതായ ഒരധികാരത്തെ നാം കാണുകയുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഏറെക്കുറെ ഒത്തിരി അധികാരങ്ങളെ പഠിച്ചത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം
4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സമാധാനം എടുത്തു കളയുന്ന ഒരു അധികാരത്തെ, കുടുംബത്തിൽ ജീവിതത്തിൽ സമാധാനം എടുത്തു കളയുന്ന, അസമാധാനം ഉണ്ടാക്കുന്ന ഒരു അധികാരത്തെ നാം പഠിക്കുകയുണ്ടായി. വീണ്ടും അതേ അധ്യായം 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യനെ കൊന്നുകളയുവാൻ ലഭിച്ച ഒരു അധികാരത്തെ നാം കാണുകയുണ്ടായി. അടുത്തതായി 7-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുവാനുള്ള ഒരു പൈശാചിക അധികാരത്തെ നാം കാണുകയുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്ന ഒരു അധികാരത്തെ നാം കാണുകയുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപവാദങ്ങൾ പറയുന്ന, ദൂഷണങ്ങൾ പറയുന്ന, ദുർവാക്കുകൾ പറയുന്ന ഒരു അധികാരത്തെ നാം കാണുകയുണ്ടായി. ഈ അധികാരം, പൈശാചിക അധികാരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പിശാച് നൽകുന്ന അധികാരം വേറെ ഒരു വ്യക്തിയിൽ കൂടെ അത് വ്യാപരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അധികാരത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഓർപ്പിച്ചിരുന്നു, ഫാൻസ് അസോസിയേഷനുകളുടെ പിൻപിൽ, മനുഷിക ആരാധനയുടെ പിൻപിൽ വ്യാപരിക്കുന്നതായ പൈശാചിക അധികാരത്തെ കുറിച്ച് ഓർപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ അധികാരങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ വലിയ അധികാരമുള്ള ഒരു ദൂതനെ സ്വർഗത്തിൽ നിന്ന് അയക്കുന്നതും നമ്മളെ ഈ അധികാരങ്ങൾക്കെതിരെ പോരാടുവാൻ ദൈവം നിയമിക്കുന്നതും മാത്രമല്ല അവരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് ഒരു രക്ഷകനെ അയക്കുന്നു എന്നും ഉള്ള വിഷയങ്ങളാണ് നാം പഠിച്ചത്. ഇത് ഇത്രയും നാം പഠിച്ചതാകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേഗതയിൽ കമ്പിവാചകത്തിൽ അവയെ പറഞ്ഞൊതുക്കിയത്. ഇന്ന് നമ്മൾ ഇതിന്റെ 3-ാമത്തെ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായി നാം അധികാരങ്ങൾ എന്താണെന്ന് പഠിച്ചു, വിവിധ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റീസ്. രണ്ടാമതായി നമ്മൾ പഠിച്ചത് പൈശാചിക ഈവിൽ അതോറിറ്റി, ദുഷ്ട അധികാരങ്ങളെ കുറിച്ച് പഠിച്ചു. ഇന്ന് രാത്രികാലം ഈ ദുഷ്ട അധികാരങ്ങളും യേശുവിന്റെ അധികാരവും തമ്മിലുള്ള ഒരു കമ്പാരിസണും യേശുക്രിസ്തുവിന്റെ അധികാരവുമാണ് നമ്മൾ പ്രഥമമായി ധ്യാനിപ്പാൻ പോകുന്നത്. അതിനുശേഷം സമയം അനുവദിക്കുന്ന പക്ഷം അധികാരത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാം. ഇന്ന് ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിനത്തിൽ ഞാൻ ഈവിൽ അതോറിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പൈശാചിക അധികാരങ്ങളെ കുറിച്ച് നമ്മൾ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രി ഈ പൈശാചിക അധികാരങ്ങളും യേശുവിന്റെ അധികാരവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. ഇവ തത്തുല്യമായ അധികാരമാണോ? ഇവ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെയിരിക്കും എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ബൈബിൾ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചപ്പോൾ ഈ അധികാരം എല്ലാം അങ്ങ് പോയില്ലേ? യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചപ്പോൾ സാത്താന്യ അധികാരങ്ങളെല്ലാം ക്യാൻസൽ ആയില്ലേ? അതിനെല്ലാമുള്ള മറുപടി നമുക്ക് ഇന്ന് ഈ സമയം നമുക്ക് ശ്രദ്ധിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, അടുത്ത ഭാഗം, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലുമെല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റനന്തരം സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമങ്ങൾക്കും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ 2 വാക്കുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സീറ്റഡ് ഫാർ അബവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് അബവ് അല്ല, ഫാർ അബവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൈശാചിക അധികാരവും യേശുക്രിസ്തുവിന്റെ അധികാരവും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അത്യന്തം മീതെ ഇരിക്കുന്ന യേശുക്രിസ്തു എന്നാണ് പറയുന്നത്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും
അത്യന്തം മീതെ ഇരിക്കുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തു. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിനത്തിൽ രോഗങ്ങളെ കൊണ്ടുവരുന്ന, സമാധാനത്തെ കളയുന്ന, കൊന്നുകളയുന്ന, സാമ്പത്തിക നഷ്ടം വരുത്തുന്ന, ശത്രുത ഉളവാക്കുന്ന, ഫാൻസ് അസോസിയേഷനുകളെ ക്രിയേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ ഒത്തിരി ഈവിൾ അതോറിറ്റീസിനെ നാം പഠിച്ചു. പക്ഷേ എഫെസ്യ ലേഖനത്തിലേക്ക് പൗലോസ് വരുമ്പോൾ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ സകല അധികാരങ്ങൾക്കും അത്യന്തം മീതെ ഇരിക്കുന്നവനായിരിക്കുന്ന ക്രിസ്തു. യേശുവിന്റെ അധികാരവും ശത്രുവിന്റെ അധികാരവും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. അത്യന്തം മീതെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അത്യന്തം മീതെ ഇരിക്കുന്നു എന്ന്. വീണ്ടും അറിവിലേക്ക് കടന്നു വരാം. പത്രോസിന്റെ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 21, 22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അത് സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. അടുത്ത ഭാഗം, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഭാഗം, യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. യേശു കർത്താവിന്റെ മരണമാണ് നമ്മുടെ രക്ഷ. യേശു കാൽവറിയിൽ മരിച്ചതാണ് എൻ്റെ രക്ഷ. യേശുവിന്റെ അടിപ്പിണരുകളാണ് എൻ്റെ രക്ഷ. യേശുവിന്റെ രക്തച്ചൊരിച്ചിലാണ് എൻ്റെ രക്ഷ. യേശുവിന്റെ പ്രാണൻ വെടിഞ്ഞതാണ് എൻ്റെ രക്ഷ. നമ്മൾ എപ്പോഴും യേശുവിന്റെ മരണത്തിനകത്തൂടെ ഉള്ള ഒരു രക്ഷയാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതും പ്രസംഗിക്കുന്നതും. എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാണ്, അവന്റെ പുനരുദ്ധാനത്താൽ നാം പ്രാപിക്കുന്ന ഒരു രക്ഷയുണ്ട്. അവന്റെ പുനരുദ്ധാനത്താൽ നാം പ്രാപിക്കുന്ന ഒരു രക്ഷ. ഇത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവിന്റെ പുനരുദ്ധാനത്താലാണ് നമ്മൾക്ക് ലഭിക്കുന്ന ഒരു രക്ഷയുണ്ട്. കാരണം യേശു കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ മാനുഷിക സാമ്രാജ്യം ശക്തിപ്പെട്ടു നിൽക്കുകയായിരുന്നു. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം. യേശു കർത്താവിന്റെ ശരീരം യോസഫിന്റെ കല്ലറയിൽ കൊണ്ടുവച്ചത് പീലാത്തോസിന്റെ അധികാരപ്രകാരം. ഇതെല്ലാം പീലാത്തോസിന്റെ അധികാരപ്രകാരമാണ് നടക്കുന്നത്. എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പീലാത്തോസിന്റെ അധികാരവും റോമ സാമ്രാജ്യത്തിന്റെ അധികാരവും താറുമാറായതിനെ കാണുവാൻ കഴിയും. സ്തോത്രം. പാപത്തിൽ നിന്നുള്ള രക്ഷ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ സംഭവിക്കുമ്പോൾ ലോക സാമ്രാജ്യ അധികാരങ്ങളിൽ നിന്നുള്ള രക്ഷ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലായിരിക്കുമ്പോൾ യേശു കർത്താവ് ചെന്ന് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അല്ലെങ്കിൽ അധികാരം എന്റെ കൈവശം ഉണ്ട് എന്ന് പറയുന്നത് കണ്ടോ. മരണത്തെയും പാതാളത്തെയും യേശു കീഴ്പ്പെടുത്തിയ അധികാരം പ്രാപിച്ചത്, സ്തോത്രം, അതിന്റെ അവകാശം പ്രാപിച്ചെടുത്തത് യേശു കർത്താവിന്റെ ഉയർപ്പിൽ കൂടെയായിരുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇതാ ഞാൻ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, അധികാരങ്ങൾ എന്റെ പക്കലുണ്ട്. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, പത്രോസ് പറയുകയാണ്, അവന്റെ പുനരുദ്ധാനത്താൽ നമുക്കൊരു രക്ഷയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യേശുവിന്റെ മരണത്താലുള്ള രക്ഷയെ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ യേശുവിന്റെ പുനരുദ്ധാനത്താലുള്ള രക്ഷയെ നമ്മൾ ആസ്വദിക്കണം. യേശുവിന്റെ പുനരുദ്ധാനത്താലുള്ള രക്ഷ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ ആവസിക്കുന്നുവെങ്കിൽ, നമ്മിൽ ആവസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ യേശുവിന്റെ കാൽവറി മരണം മാത്രമല്ല നമ്മുടെ രക്ഷ. അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ നിന്ന് 3-ാം നാൾ സൂര്യനുദിക്കും മുൻപേ ഉയർത്തെഴുന്നേറ്റ് പടയാളികൾ നിശ്ചലരായി കിടക്കുമ്പോൾ, കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുമ്പോൾ, റോമാ സാമ്രാജ്യത്തിന്റെ മുദ്രകൾ തകർക്കപ്പെടുമ്പോൾ, സുഗന്ധവർഗം ഒരുക്കിയ സ്ത്രീകൾ വന്നു നോക്കുമ്പോൾ, ശൂന്യമായ കല്ലറകളും ചുറ്റപ്പെട്ട
ചുരുട്ടപ്പെട്ട റൂമാലുകളും ശീലകളും കാണുമ്പോൾ യേശു കർത്താവ് അതിനകത്തുകൂടെ ഒരു രക്ഷ നമുക്ക് വിളിച്ചു നൽകുകയായിരുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും നമ്മുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുമായിരുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. യേശു കർത്താവ് മരിച്ചത് കൊണ്ടല്ല നമ്മൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, പകരം യേശു കർത്താവ് ഉയർക്കപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയും യേശു മരിച്ചത് കൊണ്ടാണ് എനിക്ക് പാപമോചനം കിട്ടിയതെന്ന്. പക്ഷെ പൗലോസ് പറയുകയാണ്, യേശു മരിച്ചത് കൊണ്ടല്ല നമുക്ക് പാപമോചനം കിട്ടിയത്, പകരമോ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമ്മൾക്ക് പാപമോചനം കിട്ടിയത്. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 15:14 പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. 1 കൊരിന്ത്യർ 15:17 പറയുകയാണ്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ആകയാൽ ക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മളുടെ വിശ്വാസത്തെ ആക്റ്റീവാക്കി തീർക്കുന്നത്. സ്തോത്രം. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സ്ത്രീയുടെ അടുക്കൽ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ ആ സ്ത്രീ ജീവനോടെ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുവിനെ വിശ്വസിച്ചാണ് അവൾ സൗഖ്യം പ്രാപിച്ചതെങ്കിൽ, നാം വിശ്വസിക്കുന്നത് ജീവനോടെ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുവിനെ മാത്രമല്ല, ജീവനോടെ ഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രൂശിന്മേൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ, മരണത്തെ ജയിച്ച യേശുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനാൽ നമ്മുടെ വിശ്വാസം ആക്റ്റീവ് ആക്കുവാൻ, നമ്മുടെ വിശ്വാസം ഓപ്പറേഷണൽ ആക്കുവാൻ, നമ്മുടെ വിശ്വാസം പവർഫുൾ ആക്കുവാൻ, നമ്മുടെ വിശ്വാസം ഇമ്പാക്റ്റീവ് ആക്കുവാൻ വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ഞാൻ ആ ഭാഗം സാവധാനത്തിൽ ഇത് ഇത്ര വിശദമായി പറഞ്ഞതിന്റെ അർത്ഥം അവിടെ പറയുകയാണ്, അവന്റെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അടുത്ത ഭാഗം, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. യേശു പുനരുദ്ധാനത്താൽ നമ്മെ രക്ഷിച്ചു, സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിങ്കലേക്ക് ഒരുവന്റെ കൺകൾ ഉയർത്തുമ്പോൾ, സ്തോത്രം, അവിടെ സംഭവിക്കുന്നത് അധികാരങ്ങൾ അവന്റെ കാൽ കീഴായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അധികാരങ്ങൾ അവന്റെ കാൽ കീഴായിരിക്കുന്നു, അധികാരങ്ങൾ അവന്റെ കാൽ കീഴായിരിക്കുന്നു. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ തലത്തിലേക്ക് വരാം. ഒന്നാമതായി നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ കണ്ടു, വാഴ്ചകൾക്ക് അത്യന്തം മീതെയാണ് അധികാരങ്ങൾക്ക് അത്യന്തം മീതെയാണിരിക്കുന്നത്. രണ്ടാമതായി കണ്ടു, ആ അധികാരങ്ങളെ താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പോയിന്റ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊള്ളണം: 1, യേശു അധികാരങ്ങൾക്കും ഒത്തിരി ഫാർ അബവ്, അത്യന്തം മീതെ ഇരിക്കുന്നു. 2, അധികാരങ്ങളെ യേശു കീഴാക്കിയിരിക്കുന്നു. ഇനിയും 3-ാമതായി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 15:24 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ അവസാനം, പിന്നെ അവസാനം. ആ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്, അധികാരങ്ങൾക്ക് എന്ത് വരും? നീക്കം വരും. കഴിഞ്ഞ ദിവസത്തിൽ നാം ധ്യാനിച്ചു, പാപത്തിന്റെ അധികാരം, രോഗത്തിന്റെ അധികാരം, വേദനയുടെ അധികാരം, സമാധാനം കളയുന്ന അധികാരം, ന്യൂമറസ് അതോറിറ്റീസ്, ഡൈവേഴ്സ് അതോറിറ്റീസ്. എന്നാൽ ഇവിടെ പറയുകയാണ്, പിന്നെ അവസാനം, പിന്നെ അവസാനം. ആ പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഓരോരുത്തരും താന്താന്റെ നിലയിൽ ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, പിന്നെ അവസാനം സകല അധികാരത്തിനും യേശു നീക്കം വരുത്തുമെന്ന് പറയുകയാണ്. സകല അധികാരങ്ങളെ യേശു ഇങ്ങനെ നീക്കിക്കളയുമെന്ന്. ഇന്ന് രാത്രി നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പൈശാചിക അധികാരങ്ങളെ നോക്കിയിട്ട് പറ, യുവർ അതോറിറ്റി ഈസ് സീസണൽ, യുവർ അതോറിറ്റി ഈസ് ടെമ്പറൽ. ചില ദിവസങ്ങൾക്കകം, ചില ആഴ്ചകൾക്കകം, ചില സമയങ്ങൾക്കകം എന്റെ യേശു കർത്താവ് മടങ്ങി വന്ന് തന്റെ വൃതന്മാരെ ചേർത്ത് കൊണ്ടുപോകും. അതിനനന്തരം ഓരോരുത്തരുടെ നിരകളിൽ ഉയർപ്പ് സംഭവിക്കും. ഉയർപ്പ് സംഭവിച്ച അനന്തരം നിന്റെ സകല അധികാരങ്ങളെ സാത്താനെ യേശു കർത്താവ് നീക്കിക്കളയും. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞിട്ടാണ് രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്നത്.
കണ്ടോ? അധികാരങ്ങൾക്ക് മീതെ ഇരിക്കുന്ന ക്രിസ്തു, അധികാരങ്ങളെ കീഴാക്കിയിരിക്കുന്ന ക്രിസ്തു, അധികാരങ്ങളെ തള്ളിക്കളയുന്നതായ ക്രിസ്തു. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ കാൽവറി മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വൈപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, പൈശാചിക അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. ഒരു ചോദ്യം വരാം, യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ ഈ അധികാരങ്ങളെല്ലാം ക്യാൻസൽ ആയില്ലേ? യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ അധികാരങ്ങളെല്ലാം ക്യാൻസൽ ആയിട്ടില്ല. സ്റ്റിൽ ദ അതോറിറ്റീസ് ആർ ദയർ. ആ അധികാരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അധികാരങ്ങൾക്ക് ഇപ്പോൾ എന്തു സംഭവിച്ചു? കൊലോസ്യർ 2:15 വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. അവർക്കിപ്പോൾ ആമേഴ്സ്, അവർക്ക് ആയുധങ്ങളില്ല. ആയുധമില്ലാത്ത, വാളില്ലാത്തവനായിട്ട് തെക്കുവടക്ക് നടക്കുക, വാളില്ലാത്തവനായിട്ട് നടക്കുക. ഇതാണ് ആയുധങ്ങളില്ല. അതുകൊണ്ടാണ് ഇന്ന് പിശാചിന് എന്തു മാത്രമേ ഉള്ളെന്നറിയാവൂ. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ സർവായുധ വർഗമൊക്കെ എടുത്തു കൊള്ളണം. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. ഇപ്പൊ പിശാചിന് ആയുധമില്ല, പിശാചിന് തന്ത്രം മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കൾ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അധികാരങ്ങളെ ആയുധവർഗം വയ്പ്പിച്ചു. നോ ഈവിൽ അതോറിറ്റി ഹാവ് വെപ്പൺസ്. അവർക്ക് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ തന്ത്രങ്ങളിൽ കൂടെ ഒരിക്കലും പിശാചിന് ഇന്ന് എന്നെയോ നിങ്ങളെയോ മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ല. എന്നെയോ നിങ്ങളെയോ നശിപ്പിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. മുറിവേൽപ്പിക്കാൻ പിശാചിന് കഴിയത്തില്ല. പിന്നെ പിശാചിന് എന്തേ കഴിയത്തുള്ളെന്നറിയാമോ? പിശാചിന് നമ്മളെ വഴി തിരിച്ച് എവിടെയെങ്കിലും കുഴി കൊണ്ട് ചാടിക്കാനേ പറ്റത്തുള്ളൂ. പിശാചിന് നമ്മളെ തള്ളിയിടാൻ പറ്റത്തില്ല. പിശാചിന് നമ്മളെ കബളിപ്പിച്ച് കുഴി കൊണ്ട് തള്ളിയിടാം. പിശാചിന് ഒരിക്കലും നമ്മൾക്ക് ഒരു തിന്മ ചെയ്യാൻ കഴിയത്തില്ല. പകരം നമ്മളെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു തിന്മയ്ക്കകത്ത് തൊടുവിപ്പിക്കാനേ കഴിയത്തുള്ളൂ. നമുക്ക് ഇത് ആദിമ മനുഷ്യൻ ഉണ്ടായിരുന്ന അനുഭവം ഇതാണ്. ഏദനിൽ പാമ്പിന് പഴം പറിച്ചു കൊടുക്കാൻ അധികാരം ഉണ്ടായിരുന്നു? ഇല്ല. പാമ്പിന് ഈ ഇരിക്കുന്ന ഈ പഴം പറിച്ച് തിന്നാൻ അധികാരം ഉണ്ടായി. പാമ്പിന് ഈ പഴം പറിച്ച് തിന്നാനും അധികാരമില്ല. പാമ്പിന് ഈ പഴം പറിച്ച് ഇവൾക്ക് കൊടുക്കാനും അധികാരമില്ല. പകരം ഇവളെ പ്രലോഭിപ്പിച്ച് ഇവളെ കൊണ്ട് തന്നെ ഇത് പറപ്പിച്ച് തീറ്റിക്കാനേ അവൻ അധികാരമുള്ളൂ. ഇന്നും പൈശാചിക അധികാരം ഇങ്ങനെയാണ്. ദൈവമക്കളെ, അതുകൊണ്ടാണ് വിശുദ്ധിക്കകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പിശാചിനൊന്നും തൊടുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? കാരണം അവനിന്ന് ആയുധവർഗമില്ല. അവന്റെ ആയുധം ഉണ്ടായിരുന്നെങ്കിൽ അവന് നമ്മളെ മുറിവേൽപ്പിക്കാം. ഇന്ന് ആയുധമില്ല. അവന് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളായിട്ട് പോയി കുഴി ചാടാമെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരായിരിക്കണം. സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ നിഷ്കളങ്കതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുന്നു. എത്രത്തോളം നമ്മൾ നമ്മുടെ ഇന്റഗ്രിറ്റിയിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവോ അത്രത്തോളം പിശാച് ബലഹീനനായിരിക്കും. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. യേശു കർത്താവിന്റെ പൈശാചിക അധികാരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ യേശുവിന്റെ 4 അധികാരങ്ങളെയാണ് നാം കണ്ടത്. ഒന്ന്, പൈശാചിക അധികാരങ്ങൾക്ക് അത്യന്തം മീതെ ഇരിക്കുന്ന യേശു. 2, പൈശാചിക അധികാരങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന യേശു. 3, പൈശാചിക അധികാരങ്ങളെ നീക്കിക്കളയുന്ന യേശു. 4, പൈശാചിക അധികാരങ്ങളുടെ ആയുധവർഗം പിടിച്ചു പറിച്ച യേശു. ഇനിയും ഈ യേശു കർത്താവിന്റെ അധികാരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു കർത്താവിന്റെ 4 അധികാരങ്ങൾ പൈശാചിക മണ്ഡലവുമായി ബന്ധപ്പെടുത്തി യേശു കർത്താവിന്റെ 4 അധികാരങ്ങളെ നാം കണ്ടു. പൈശാചിക അധികാരവുമായി ബന്ധപ്പെടുത്തി.
ഇനി യേശു കർത്താവിന്റെ 4 അധികാരങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. യേശു കർത്താവിന്റെ 4 അധികാരങ്ങൾ. അതിൽ ഒന്നാമത്തെ അധികാരത്തെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ യേശുവിന്റെ ഒരു അധികാരത്തെ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ ജീവനെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യം. അത് ആ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങളിൽ എത്ര പേർ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ല. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ യേശു പറയുകയാണ്, എന്റെ ജീവൻ ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കും, കുറെ കഴിഞ്ഞിട്ട് ഞാൻ അത് തിരിച്ചു മേടിക്കും. എന്റെ ജീവനെ ഞാൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ അത് തിരിച്ചു മേടിക്കും. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യന് ഈ ഒരു അധികാരമുണ്ടോ? എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ മരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജീവിക്കും. ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലാത്ത അധികാരം. യേശു ഇവിടെ പറയുക, എന്റെ ജീവനെ ഞാൻ കൊടുക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ തിരിച്ചു മേടിക്കും. അതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് അതിന്റെ 18-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ജീവനെ കൊടുക്കുകയും ചെയ്യും, ഞാൻ അതിനെ തിരിച്ചു മേടിക്കുകയും ചെയ്യും. പക്ഷേ ആർക്ക് എന്നോട് അതിനെ എടുത്തു കളയാൻ കഴിയത്തില്ല. എന്നെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. യേശുവിന്റെ ഒരു ഭയങ്കര അധികാരത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. യേശു മരിക്കണമെന്ന് ചിന്തിച്ചാലേ യേശു മരിക്കത്തുള്ളൂ. ഇനി മരിച്ചത് മതി, ഇനി ജീവിക്കാമെന്ന് യേശു ചിന്തിച്ചാൽ അപ്പോൾ തന്നെ യേശു ജീവിക്കുകയും ചെയ്യുന്നു. അതാ യേശു ഇവിടെ പറയുന്നത്, ഞാൻ ജീവനെ കൊടുക്കും, പിന്നെ അത് മേടിക്കേണ്ടതിനാ കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആരും അതിനെ എന്നോട് എടുത്തു കളയത്തില്ല. അതുകൊണ്ടല്ലേ ഹെരോദാവ് പറഞ്ഞു, നിന്നെ ഇവിടെ പ്രസംഗിക്കരുത്, നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നീ ആ കുറുക്കനോട് പോയി പറ, ഞാൻ ഇന്ന് നാളെ മറ്റന്നാളും പ്രസംഗിച്ച് മറ്റന്നാൾ സമാപിക്കും, 3-ാം ദിനം സമാപിക്കും, ഞാൻ തന്നെ പരിപാടി പൂർത്തീകരിക്കും. സമാപിക്കുമെന്ന് പറഞ്ഞാൽ തീരുമെന്നല്ല യേശു പറഞ്ഞത്, ഐ ഷാൽ പെർഫെക്റ്റ് മൈ കോഴ്സ്. ഞാൻ ഇത് പൂർത്തീകരിച്ചിട്ട്, ഇന്നും നാളെയും കൂടെ പ്രസംഗിച്ച് 3-ാം ദിവസം പൂർത്തീകരിച്ചിട്ട് ഞാൻ സമാധാനമായിട്ട് കടന്നു പോകും. അതുകൊണ്ടാണ് യേശു കർത്താവ് കാൽവറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രാണനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നിടം വരെ യേശുവിന്റെ പ്രാണൻ അകത്ത് കടന്നു. രക്തം മുഴുവൻ വാർന്നിട്ടും യേശുവിന്റെ പ്രാണൻ പോയില്ല. ഉപദ്രവിക്കപ്പെട്ടിട്ടും യേശുവിന്റെ പ്രാണൻ പോയില്ല. വേച്ച് വീണിട്ടും യേശുവിന്റെ പ്രാണൻ പോയില്ല. ഇനിയും അടുത്ത ഒരു കാര്യം, യേശു കർത്താവ് പറയുകയാണ്, എനിക്ക് എപ്പോ വേണേലും ഈ ജീവനെ കൊടുക്കാൻ അധികാരമുണ്ട്. നമ്മളെങ്ങാണുമായിരുന്ന ഗത്സമന തോട്ടത്തിൽ ഇരുന്നപ്പോഴേ പറഞ്ഞേനെ, കർത്താവെ എടുക്കാനാണ് ഇപ്പൊ അങ്ങ് എടുത്തോണേ കർത്താവെ, ഇവന്മാരുടെ കൈ പോകുന്നതിനെക്കാട്ടിൽ ഇതിനു മുമ്പേ അങ്ങനെ എടുത്തോണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെന്നാണ് ഈ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് വഴക്ക് പറയുന്ന ഉടനെ ഭാര്യ അധികാരം ഉപയോഗിച്ചേനെ. പിള്ളേര് പറഞ്ഞ അനുസരിക്കാത്ത ഉടനെ അമ്മ അധികാരം ഉപയോഗിച്ചേനെ. അമ്മാവി അമ്മ കുറ്റം പറയുന്ന ഉടനെ മരുമോള് ഈ അധികാരം ഉപയോഗിച്ചേനെ. മരുമോള് മുഖം വീർപ്പിക്കുന്ന ഉടനെ അമ്മാവി അമ്മ ഈ അധികാരം ഉപയോഗിച്ചേനെ. സഹോദരങ്ങൾ മിണ്ടാതായപ്പോഴത്തേക്ക്, കൂട്ടുവിശ്വാസികൾ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക്, പാസ്റ്റർ ശ്രദ്ധിക്കാതായപ്പോഴത്തേക്ക്, വിശ്വാസികൾ ഞങ്ങളെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക്, അന്നേരം എല്ലാം ദൈവമേ ഇവരുടെ ഒന്നും മുമ്പിലിട്ടേക്കാതെ ഈ എന്നെ അങ്ങ് എടുത്തോണേ എന്റെ കർത്താവെ, നമ്മൾ അന്നേരം അധികാരം പ്രയോഗിച്ച് പോയേനെ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ കല്യാണം നടക്കുമ്പോഴും ഇവിടെ വീട് പാലുകാച്ച് കാണുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ എന്ന് പറയും, കർത്താവെ എനിക്ക് അവിടെ കൂടാൻ പറ്റുന്നില്ലല്ലോ, എനിക്കും കൂടെ അവിടോട്ട് പോകണം, നമ്മൾ ജീവനെ തിരികെ പ്രാപിച്ച് ഇങ്ങനെ നാട്ടിലോട്ടും വന്നേനെ. യേശു കർത്താവിന് വേണമെങ്കിൽ ഗത്സമന തോട്ടത്തിൽ വെച്ച് ഈ അധികാരം ഉപയോഗിച്ച് ജീവനെ വിടാം. യേശു ജീവനെ കൊടുത്തില്ല. He suffered there. പീലാത്തോസിന്റെയും കയ്യഫാവിന്റെയും ഹന്നാവിന്റെയും മുറികളിൽ മാറി മാറി അങ്കണങ്ങളിൽ മാറി മാറി ഉപദ്രവിക്കപ്പെടുമ്പോൾ യേശു കർത്താവിന് മതി എന്ന് പറഞ്ഞ് ഇതിനെ വിടാം. തന്റെ മുഖത്ത് ഇടിക്കുമ്പോൾ, തന്റെ താടിരോമങ്ങൾ പറിച്ചെടുക്കുമ്പോൾ, പുറം മുഴുവുചാൽ പോലും കീറുമ്പോൾ, ക്രൂശിൻ ചുമന്ന് പോകുന്ന വഴിയിൽ പിന്നെയും പിന്നെയും വഴിയിൽ വീണപ്പോൾ യേശുവിന് ചിന്തിക്കാം, ഇവിടെ അങ്ങ് ജീവനെ വിട്ടേക്ക, ഇനി ഇവന്മാര് മേളിൽ കൊണ്ടുപോയി ക്രൂശിക്കട്ടെ, ഇവർക്കൊരു പണി കൊടുക്കാം. നോ, he suffered till the top of Golgotha.
ഗോൽഗോത്തയുടെ ഗിരിമുകൾ വരെ യേശു സഹിച്ചു. യേശു അധികാരത്തെ ഉപയോഗിച്ചില്ല. ഏറ്റവും അവസാനം യേശു നിവർത്തിയായി എന്ന് പറഞ്ഞു. അതിനുശേഷം തന്റെ പ്രാണനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. സ്ലെപ്റ്റ്. മൂന്നാം ദിനം അധികാലത്ത് യേശു ജീവനെ തിരികെ പ്രാപിച്ച് കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു വന്നു. എന്റെ സഹോദരങ്ങളെ, യേശു അധികാരമുള്ളവനാണ്. പക്ഷെ അധികാരം എത്ര ക്ഷമയോടും എത്ര ജ്ഞാനത്തോടുമാണ് ആ അധികാരം ഉപയോഗിച്ചത്. നമ്മളിൽ പലർക്കും ദൈവം അധികാരം തരാത്തതിന്റെ ഒരു കാരണം ക്ഷമയോടുകൂടെ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടും പരിജ്ഞാനത്തോടുകൂടെ ഉപയോഗിക്കുവാനുള്ളതുമായ പക്വത നാം പ്രാപിക്കാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യേശുവിനുണ്ടായിരുന്ന ആ അധികാരം നമുക്കായിരുന്നെങ്കിൽ, യേശുവിന്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ, ആ ഗത്സമനയിൽ യേശു പറഞ്ഞു, എന്റെ വേദന മരണവേദന പോലെ ആയിരിക്കും. എന്നിട്ടും യേശു ആ അധികാരം ഉപയോഗിച്ചില്ല. ആ സമയത്ത് വേണമെങ്കിൽ യേശുവിന് അധികാരം ഉപയോഗിച്ച് ഗത്സമനത്തോട്ടത്തിൽ വെച്ച് തന്നെ മരിക്കുക. ആൾക്കാർ വന്നു നോക്കുമ്പോൾ യേശു മരിച്ചു കിടക്കുന്നു. പിന്നെ ആ ശവത്തെ എന്തൊക്കെ ചെയ്താലും വല്ല പ്രയാസവും നോ. യേശു പറയാം, ഞാൻ മരിക്കുന്നത് ആരും എന്നെ കൊന്നതല്ല. നമ്മൾ പറയും യഹൂദന്മാര് ക്രൂശിച്ചു, യേശുവിനെ കൊന്നുവെന്ന്. പക്ഷെ യേശു അത് കേട്ടിട്ട് പറയാം, ആരും എന്നെ കൊന്നതല്ലേ, ഞാൻ എൻ്റെ ജീവനെ കൊടുത്തതാ. യേശുവിന്റെ അധികാരം കണ്ടോ? ആരും എന്നെ കൊന്നതല്ല, പീലാത്തോസ് അല്ല കൊന്നത്, യഹൂദന്മാരല്ല കൊന്നത്, ഞാൻ ജീവനെ കൊടുത്തതാ, ഞാൻ ജീവനെ തിരിച്ചു മേടിച്ചു. എന്റെ സഹോദരങ്ങളെ, അരിമത്തിയിലെ യോസഫിന് ഏറ്റവും വലിയ കല്ലുരുട്ടി വെച്ചിട്ടും അതിന്റെ കാവൽക്കാർ റോമ പടയാളികൾ കാവൽ നിന്നിട്ടും അതിന്റെ മീതെ റോമന്റെ മുദ്രകൾ പതിക്കപ്പെട്ടിട്ടും താൻ പ്രാപിക്കാനുള്ള ജീവനെ യേശു അതിനകത്തിരുന്ന് തിരികെ പ്രാപിച്ചു. ഒരു അധികാരങ്ങൾക്കും അതിനെ തടയുവാൻ കഴിഞ്ഞില്ല. യേശു ആ ജീവനെ തിരികെ പ്രാപിച്ചു. യേശു കർത്താവിന്റെ അധികാരങ്ങളിൽ മനോഹരമായിരിക്കുന്ന ഒരു അധികാരമാണ് നമ്മൾ ഇവിടെ കണ്ടത്. മരിക്കാനും ജീവിക്കാനും യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കാൻ മാത്രമല്ല യേശുവിന് അധികാരം ഉണ്ടായിരുന്നത്, മരിച്ച യേശുവിന് തന്നെത്താൻ ഉയർത്തു വരുവാൻ. അതുകൊണ്ടാ പറഞ്ഞത്, സ്തോത്രം, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ജീവനെ കൊടുപ്പാനും ജീവനെ തിരിച്ചു പിടിക്കാനും യേശുവിന് അധികാരമുണ്ട്. വേറൊരാളുടെ ശരീരത്തിൽ മാത്രമല്ല, സ്വന്തം ശരീരത്തിലും. അതോറിറ്റി ഓഫ് ജീസസ്. രണ്ടാമതായി യേശു കർത്താവിന്റെ അധികാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഒന്ന്, യേശുവിന് സ്വന്തം ശരീരത്തിനകത്തുള്ള അധികാരം. 2 യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. യേശുവിന്റെ രണ്ടാമത്തെ അധികാരം യേശുവിന്റെ ശരീരം ജീവിപ്പിക്കാനും മരിപ്പിക്കാനും മാത്രമല്ല, അടുത്തതായിട്ട് പറയുകയാണ്, സകല ജഡത്തിന്മേലും, ഓൾ ഓവർ ദ ഫ്ലഷ്, സകല ജഡത്തിന്റെ മേലും യേശുവിന് എന്തുണ്ട്? അധികാരമുണ്ടെന്ന് പറയുകയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, പിശാചിന് കാലാംശത്തിന്റെ മേലും മനുഷ്യരിൽ 1/3 ഉപദ്രവിക്കുവാൻ, സമുദ്രത്തിലും നദികളിലും 1/3 ഉപദ്രവിക്കുവാൻ അവകാശം ലഭിക്കുമ്പോൾ, യേശു കർത്താവിന്റെ അധികാരം സകല ജഡത്തിന്റെ മേലും യേശുവിന് അധികാരമുണ്ട്. അതിനെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ ബോഡി പാർട്ടിന്മേലും, അമേൻ, എല്ലാ ഫ്ലഷിന്റെ മേലും യേശുവിന് അധികാരമുണ്ട്. യേശുവിന് ഓർത്തോയോ, യേശുവിന് കാർഡിയോളജിയോ, യേശുവിന് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, യേശുവിന് സകല ജഡത്തിന്മേലും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ, ആന്തരിക അവയവങ്ങൾ, കിഡ്നി ആകട്ടെ, ലിവർ ആകട്ടെ, പാൻക്രിയാസ് ആകട്ടെ, ഇൻഡസ്റ്റൈൻ ആകട്ടെ, ഹാർട്ട് ആകട്ടെ, ആർട്ടറി ആകട്ടെ, നെർവസ് സിസ്റ്റം ആകട്ടെ, കാഴ്ചശക്തി ആകട്ടെ, കേൾവി ശക്തി ആകട്ടെ, പല്ലുകളാകട്ടെ, സകല ജഡത്തിന്റെ മേലും അധികാരം. ഓൾ ഓവർ ദ ഫ്ലഷ്, ഓൾ ഓവർ ദ ബോഡി. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ വിശ്വസിക്കാം. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോഗത്തെ, ഒരു ഭാഗത്തെ മാത്രമല്ല യേശുവിന് അധികാരം ചെലുത്തുവാൻ കഴിയുന്നത്, സകല ജഡത്തിന്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. സകല ജഡത്തിന്റെ മേലും, ഓൾ ഓവർ ദ ബോഡി, ഓൾ ഓവർ ദ ഫ്ലഷ്. എന്റെയും നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന് അധികാരമില്ലാത്ത ഒരു പാർട്ട് പോലുമില്ല, ഒരു മില്ലിമീറ്റർ പോലുമില്ല, ഒരു രോമകൂപം പോലുമില്ല. ആമേൻ. തലയിലെ ഒരു മുടി കിളിപ്പിക്കാനും കൊഴിപ്പിക്കാനും പോലും അധികാരം
അധികാരമുണ്ടെങ്കിൽ ആ ഒരു രോമകൂപത്തിന്റെ പോയിന്റിനകത്ത് വരെ യേശുവിന് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ ആമേൻ. അവിടെ പറയുകയാണ് സകല ജഡത്തിന്റെ മേലും പൂർണ്ണമായിട്ട് ജഡീക ശരീരത്തിലെ ഓരോ മില്ലിമീറ്ററിനകത്തും യേശുവിന് അധികാരമുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുകയാണ് സകല ജഡത്തിന്മേലും. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ, സകല ജഡത്തിന്റെ മേലും യേശുവിന് അധികാരമുണ്ട്. സകല ജഡം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ശരീരം മാത്രമല്ല, മൃഗങ്ങളുടെയും സകല എവറി ലിവിങ് ക്രിയേച്ചർ അധികാരമുണ്ട്. അത് ദൈവിക അധികാരമാണ്. കഴുത വായ് തുറന്ന് സംസാരിച്ചു, ദൈവിക അധികാരമാണ്. പ്രാവ് ഒലിവിലയുമായി വന്നു, ദൈവിക അധികാരമാണ്. കാക്ക അപ്പവുമായി വന്നു, ദൈവിക അധികാരമാണ്. സിംഹത്തിന്റെ വായ അടച്ചു, അത് ദൈവിക അധികാരമാണ്. കണ്ടോ, ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ അധികാരം സകല ജഡത്തിന്റെ മേൽ. സഹോദരങ്ങളെ, പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തുവെന്ന്. ഈ എഫെസോസിൽ വെച്ചുള്ള മൃഗയുദ്ധത്തെ കുറിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിനോദമായിരുന്നല്ലോ, വലിയ ഗ്രൗണ്ടുകൾക്കകത്ത്, വലിയ ഗാലറികളുടെ നടുവിലെ മൈതാനത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ അടിപിടി കൂടിച്ചിട്ട് ആ മനുഷ്യനെ മൃഗം നശിപ്പിച്ച് പറിച്ചു കീറി തിന്നുന്നത്. പൗലോസിനെ ഇതിൽ ചില ബലമുള്ളവർ ഒരു പക്ഷേ മൃഗത്തെ കീഴ്പ്പെടുത്തിയേക്കാം. ഈ പ്രാചീന കലാരൂപം ചില നാളുകൾക്ക് മുമ്പ് വരെ നമ്മുടെ തമിഴ്നാട്ടിൽ അതിന്റെ ഒരു വകഭേദം ഉണ്ടായിരുന്നു. ചില വർഷങ്ങളെ ആയുള്ളൂ സുപ്രീം കോടതി അതിനെ നിരോധിച്ചിട്ട്. ജല്ലിക്കെട്ടെന്നാണ് പേര്. ഈ ജല്ലിക്കെട്ടില് കാളയുമായിട്ട് മനുഷ്യൻ മല്ലടിച്ചിട്ട് ആരെങ്കിലും ഈ കാളയെ ജയിക്കുന്ന മനുഷ്യൻ ഈ കാളയെ കൊടുക്കും, പൊന്നും പണവും കൊടുക്കും, അവന് നാട്ടിലെ ശക്തനായി തീരും. പക്ഷെ ഒരുത്തൻ അതിനകത്ത് ജയം പ്രാപിച്ച് കിരീടമെടുക്കുമ്പോൾ ആ ജല്ലിക്കെട്ടിനകത്ത് ഒത്തിരി പേര് മരിക്കും. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഈ ഒരു വികൃത കലാരൂപം ഇന്ത്യയിൽ വേണ്ട എന്ന് പറഞ്ഞു. ഇത് പ്രാചീന കാലത്ത് റോമിലും ഗ്രീസിലും ഒക്കെ ഭയങ്കരമായി ഉണ്ടായിരുന്നതാണ്. അപ്പൊ എഫെസോസിൽ ഇങ്ങനെ ഒരു ഗാലറി ഉണ്ടായിരുന്നു. ആ ഗാലറിയിലേക്ക് പൗലോസിനെ കൊണ്ടുവന്ന് മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് നിർത്തി, അപ്പുറത്തൊരു കൂട് കൊണ്ടുവന്ന് വെച്ചു. ആ കൂട്ടിനകത്ത് വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു കാട്ടുമൃഗം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സിംഹമോ കരടിയോ പുലിയോ വല്ലതുമായിരിക്കാം. ഇവർ ഈ കൂട് തുറന്നിട്ട് ഈ മൃഗത്തെ അഴിച്ചുവിട്ടു. പക്ഷെ ഈ മൃഗം ചലിക്കുന്നില്ല. ഈ മൃഗം മിണ്ടാതെ എവിടെ ഇരിക്കുക. അവർ കൂടിളക്കി മൃഗത്തെ വിട്ടു. നോ, ഈ മൃഗം ചലിക്കുന്നില്ല. അവർ ആ മൃഗത്തെ മാറ്റിയിട്ട് വേറെ ഒരു മൃഗത്തെ കൂടോടുകൂടി അവിടെ കൊണ്ടുവന്ന് കൂടഴിച്ചു. ആ മൃഗവും ചലിച്ചില്ല. ആ മൃഗവും മിണ്ടാതെ അവിടെ കിടക്കുകയാണ്. അവസാനം ഗാലറിയിൽ പൗലോസിനെ പറിച്ചു കീറി തിന്നുന്നത് കാണുവാൻ വേണ്ടി കാത്തിരുന്ന പുരുഷാരം മൗനമായി കളി മുടങ്ങി എന്ന് പറഞ്ഞ്, മഴ മൂലം ക്രിക്കറ്റ് മുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഗാലറിയിൽ നിന്ന് നിരാശരായി ആൾക്കാർ ഇറങ്ങി പോകുന്നത് പോലെ പൗലോസിനെ പറിച്ചു കീറുന്നത് കാണാൻ കാത്തിരുന്നവർ മുഴുവനും അവിടെ നിന്ന് ഓരോരുത്തരായി ഇറങ്ങിപ്പോയി. സകല ജഡത്തിന്റെയും ദൈവമായിരിക്കുന്ന യഹോവ പൗലോസിനെ കൊണ്ടുവന്ന് ചൂടോടെ മുമ്പിലിട്ട് കൊടുത്താലും കാട്ടുമൃഗത്തിന് തിന്നാൻ പറ്റുന്നില്ല. കാരണം ഈ കാട്ടുമൃഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു കർത്താവ്. ഞാൻ സകല ജഡത്തിന്റെ മേലും അധികാരമുള്ളവൻ എന്ന് പറയുകയാണ്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി അമേൻ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മുടെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ അധികാരം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും മൃഗങ്ങളുടെ മേലുള്ള സകല ജഡത്തിന്റെ മേലുള്ള അധികാരം. അതുകൊണ്ടാണ് മരണകരമായത് യാതൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ലെന്ന്. എന്റെ സഹോദരങ്ങളെ, പൗലോസിന്റെ കൈമേൽ ഒരു അണലി കടിച്ചു തൂങ്ങി, പക്ഷെ കൊടഞ്ഞു കളഞ്ഞു, ഒരു ദോഷവും പറ്റിയില്ല. സകല ജഡത്തിന്റെയും ദൈവമായിരിക്കുന്ന ഈ യഹോവയായിരുന്നു. സകല ജഡത്തിന്റെ മേലും അധികാരം ദൈവം നൽകി. പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് അലക്സാണ്ട്രിയ കപ്പൽ സമുദ്രത്തിൽ ആടിയുലഞ്ഞ് തകരുന്ന വേളയിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ കൊടുങ്കാറ്റിൽ കപ്പൽ പൊളിയും. കപ്പല് പലക കഷണങ്ങളായി തിരിഞ്ഞു. വലിയ പലകയൊന്നുമല്ല, കൊച്ചു കൊച്ചു പലകകളായി തിരിഞ്ഞു, ആടിച്ച് പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ടാ പൗലോസ് പലരും പലകയിൽ പിടിച്ചു നീന്തിക്കയറിയെന്ന്. ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ എത്രയോ മീറ്ററുകൾ നീളമുള്ളതാണ്. ആ കപ്പലിന്റെ ഒരു പലക ഇളകിക്കഴിഞ്ഞാൽ കുറഞ്ഞത് നമ്മുടെ ഒരു കട്ടിലിന്റെ വലിപ്പമെങ്കിലും, ഒരു ക്യൂൻ ബെഡ് സൈസ് എങ്കിലും കാണത്തില്ലേ? ആ ക്യൂൻ ബെഡ് സൈസിനെ പിടിച്ച് ഒരാൾക്ക് നീന്താൻ കഴിയുമോ? കഴിയത്തില്ല.
അപ്പോൾ പൗലോസ് പറയുകയാണ് പലകയിൽ പിടിച്ചു നീന്തിയെന്ന്. അപ്പോൾ ആ ഒരു മനുഷ്യന് പിടിക്കാൻ തക്കവണ്ണം ഛിന്ന ഭിന്നമായിട്ട് ആ കപ്പൽ തകർന്നുപോയി. വിറകുകൊള്ളി പോലെ ആ കപ്പൽ തകർന്നുപോയി. എന്നിട്ടും പൗലോസ് പറഞ്ഞു, എന്നോടുകൂടെയുള്ള ഒരെണ്ണത്തെ പോലും കളയത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്. എന്റെ സഹോദരങ്ങളെ, ആ കപ്പലിലുള്ളവരൊന്നും വിശുദ്ധന്മാരും പാസ്റ്റർമാരും ഒന്നും ആയിരുന്നില്ല. എല്ലാവരും തടവ് പുള്ളികളായിരുന്നു. ആ തടവ് പുള്ളികളിൽ നല്ലവനായിട്ട് തടവിലാക്കപ്പെട്ട പൗലോസ് മാത്രമായിരുന്നു. അതൊരു കണ്ടെയ്നർഷിപ്പ് ആയിരുന്നു. ആ കണ്ടെയ്നർഷിപ്പിനകത്ത് എക്സ്ട്രാ കൂലി മേടിച്ച് ഈ കള്ളന്മാരെ മൊത്തം കൂടെ, ഈ തടവ് പുള്ളികളെ മൊത്തം കൂടെ കയറ്റിക്കൊണ്ട് പോയതാ. അതിനകത്ത് ദൈവത്തെ വിളിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഒരുത്തം പോലും ഇല്ലായിരുന്നു. അതിനകത്ത് രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവനും അഭിഷേകം പ്രാപിച്ചവനും ഒരുത്തനും ഇല്ലായിരുന്നു. പൗലോസിന്റെ കൂടെ അവിടെ ഇരുന്ന് അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരുത്തനുമില്ലായിരുന്നു. പൗലോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഇതിൽ ഒരാൾ പോലും ചത്തുപോകത്തില്ലെന്ന് പറഞ്ഞു. യേശു അത് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ, കപ്പല് വിറക് കഷണം പോലെ പൊളിഞ്ഞിട്ടും അതിൽ ഒരാളും നഷ്ടപ്പെട്ടില്ല. കാരണം സകല ജഡത്തിന്റെ മേലും യേശുവിനുള്ള അധികാരം. നിങ്ങൾ ഈ ഭാഗത്തിലേക്ക് ശ്രദ്ധിച്ചാൽ, സകല ജഡത്തിന്മേലും യേശുവിന് അധികാരമുണ്ട്. എന്തിനു വേണ്ടി? കർത്താവിങ്കലേക്ക് വന്നിട്ടുള്ളവർക്ക് നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ഫോർ എ സെലക്ടഡ് പീപ്പിൾ ഹി ഇമ്പാർട്ട്സ് ഇറ്റേണൽ ലൈഫ്. അതിന് സകല ജഡത്തിനുമേലും ദൈവം അധികാരം നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ രണ്ട് അധികാരങ്ങളാണ് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും നിത്യജീവനെ നൽകുവാനുള്ള അധികാരം യേശുവിനുണ്ട്. എനിക്കും നിങ്ങൾക്കും നിത്യജീവനെ നൽകുവാൻ. ഹിസ്കിയാവിന്റെ ജീവിതത്തോട് എക്സ്റ്റെൻഡ് ചെയ്തു. ലാസറിന്റെ ജീവിതത്തെ എക്സ്റ്റെൻഡ് ചെയ്തു. യായിറോസിന്റെ മകളുടെ ജീവിതത്തെ എക്സ്റ്റെൻഡ് ചെയ്തു. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ എന്റെയും നിങ്ങളുടെയും ലൈഫിനെ ഈ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതിനെക്കാട്ടിലും നമ്മുടെ ലൈഫിനെ ഇറ്റേണൽ ലൈഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യുവാൻ, നിത്യജീവനെ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുവാൻ യേശുവിന് അധികാരമുണ്ട്. ഞാനും നിങ്ങളും മരിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കത്തക്കവണ്ണം നിത്യതയുടെ കവാടം തുറന്ന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയി ലോങ് ലൈഫ് അല്ല, ഇറ്റേണൽ ലൈഫ് തരുവാൻ തക്കവണ്ണം കർത്താവിന് അധികാരമുണ്ട്. ഹോളി സ്പിരിറ്റ്. അതാണ് യേശുവിന്റെ അധികാരത്തെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, യേശുവിന് മരിക്കാനും ജീവിക്കാനും അധികാരം. രണ്ട്, യേശുവിന് സകല ജഡത്തിന്റെ മേലും അധികാരം. യേശുവിന് നിത്യജീവനെ കൊടുക്കാൻ അധികാരം. മൂന്നാമത്തെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ജനം, അതിലെ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ഈ അധികാരം എവിടെ നിന്ന് കിട്ടി? എന്തായിരുന്നു യേശുവിന്റെ അധികാരം? യേശുവിന്റെ അധികാരം 20-ാം അധ്യായം 1-ാം വാക്യം. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദൈവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്നവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്നവർ ചോദിക്കുകയാണ്. ഇവിടെ അവർ യേശുവിൽ ഒരു അധികാരം കാണുകയാണ്. ദൈവാലയത്തിൽ നിന്ന് ഉപദേശിക്കുവാനുള്ള ഒരു അധികാരം, ഒരു ഉപദേഷ്ടാവിന്റെ അധികാരം. യേശു കർത്താവിലെ അധികാരമാണ് ദൈവാലയത്തിൽ നിന്ന് ഉപദേശിക്കുന്ന ഉപദേഷ്ടാധികാരം. മനുഷ്യനെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തുവാനുള്ള അധികാരം. നാലാമത്തെ യേശുവിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. മത്തായി 28:18. ഒന്ന്, യേശുവിന് തന്റെ മരണത്തിനും ജീവനും അധികാരമുണ്ട്. രണ്ട്, യേശുവിന് സകല ജഡത്തിനു മേലും അധികാരമുണ്ട്, നിത്യജീവന്റെ അധികാരമുണ്ട്. മൂന്ന്, യേശുവിന് ഉപദേശിപ്പാൻ അധികാരമുണ്ട്. നാല്, മത്തായി സുവിശേഷം 28:18 അവിടേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്, യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ അധികാരങ്ങളെ നമുക്ക് എണ്ണി എണ്ണി പഠിക്കാൻ കഴിയത്തില്ല. കാരണം യേശു പറയുകയാണ്, ഓൾ ദ അതോറിറ്റീസ് ഇസ് ഗിവൺ ടു മീ. യേശു കർത്താവിന് എത്ര അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്? യേശു കർത്താവിന് എത്ര അധികാരങ്ങളുണ്ട്? കർത്താവ് ഒറ്റ വാക്കിൽ പറഞ്ഞു, എത്രയൊക്കെ അധികാരങ്ങളെ കുറിച്ച് നീ പഠിക്കുന്നോ ആ അധികാരങ്ങളല്ല എന്റെ പക്കലുള്ള അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ എവിടെ യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
കർത്താവിന് അധികാരം ഉണ്ടായിട്ട് നമുക്കെന്തോ പ്രയോജനം? അതാണ് അവിടെ പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ 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 കർത്താവിന്റെ അധികാരത്തെ തിരിച്ചറിയുന്നവൻ, കർത്താവിന്റെ അധികാരത്തെ പറയണം, എനിക്ക് അധികാരമുള്ളത് കൊണ്ട് ആകയാൽ നിങ്ങൾക്ക് പുറപ്പെടാം, ആകയാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം, ആകയാൽ നിങ്ങൾക്ക് ബൗണ്ടറീസിനെ പൊളിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ അധികാരത്തെ നീ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ, യേശുവിന്റെ അധികാരത്തിൽ നീ റിലേ ചെയ്യുവാൻ തുടങ്ങിയാൽ, യേശുവിന്റെ അധികാരത്തിൽ നീ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് പുറപ്പെടുവാൻ കഴിയും. നിന്റെ വാതിലുകളെ ദൈവം തുറക്കും. യേശു പറഞ്ഞു, എനിക്ക് അധികാരമുണ്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. കാരാഗ്രഹത്തിൽ 4 ചേവകരുടെ നടുവിൽ ഇരുമ്പ് വാതിലിനും കാരാഗ്രഹവാതിലിനും നഗരവാതിലിനും അകത്തു കിടക്കുന്ന പത്രോസിന്റെ അടുക്കൽ രാത്രിയിൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ചെരുപ്പിട്ട് പുറപ്പെടാൻ പറഞ്ഞു. എങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ പുറപ്പെടുന്നത്? യേശു പറഞ്ഞു, നീ പുറപ്പെട്ടോ, കാരാഗ്രഹത്തിൽ നീ കിടക്കണ്ട, നീ ഇവിടെ നിന്ന് പുറപ്പെട്ടോ, സകല അധികാരവും എന്റെ മേൽ നൽകപ്പെട്ടിരിക്കുന്നു. ഏത് അവസ്ഥയിൽ നിന്നും നമ്മളെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഇതിനകത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിടത്തും ഒതുങ്ങിക്കിടക്കരുത്. യേശു പറയുകയാണ്, എനിക്ക് അധികാരം കിട്ടിയിട്ടുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്റെ അധികാരത്തിൽ നിങ്ങൾ ഗുരുക്കന്മാരാക്കിക്കൊള്ളുക. സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. ജാതികളെ തീരും. എന്റെ അധികാരത്തിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആയിക്കൊള്ളുവിൻ. എന്റെ അധികാരത്തിൽ നിങ്ങൾ പൊസിഷനുകളിലേക്ക് കയറിക്കൊള്ളുവിൻ. ഒന്നാമതായി പറയുകയാണ്, എന്റെ അധികാരത്തിൽ എന്റെ അധികാരത്തിൽ നിങ്ങൾ പുറപ്പെടുവി. രണ്ടാമതായി പറയുകയാണ്, എന്റെ അധികാരത്തിൽ നിങ്ങൾ പൊസിഷനുകളിലേക്ക് കയറുവി. മൂന്നാമതായി പറയുകയാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യേശുവിന്റെ അധികാരത്തിന്റെ അടുത്ത ഒരു സംഗതി കണ്ടോ? എല്ലാ ദിവസവും എല്ലാ നാളും നമ്മളോടുകൂടെ ഇരിക്കുവാൻ യേശുവിന് കഴിയും. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്റെ കൂടി ഇവിടെ വന്നിരിക്കാൻ കഴിയും? കഴിയത്തില്ല. പോട്ടെ, സമയം തരാം. നാളെ രാവിലെ നിങ്ങളിൽ എത്ര പേർക്ക് ഇവിടെ വരാൻ? പോട്ടെ, നിങ്ങളെ എല്ലാരും കൂടെ കുറ്റം പറയുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കൽ കയറി വരാൻ എന്നെ കൊണ്ട് പറ്റൂ? അധികാരമില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മൊത്തം കറങ്ങുന്നു. പക്ഷെ ഒരു 15 വർഷം മുമ്പ് ലോകത്തിലെ പല രാജ്യങ്ങളും തന്നെ കയറ്റത്തില്ലായിരുന്നു. തനിക്ക് യാത്രാനുമതി നിഷേധിച്ചു. പക്ഷെ എന്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഇന്ന് ഉഗാണ്ടയിൽ ഇരുന്നാലും അമേരിക്കയിൽ ഇരുന്നാലും ജർമ്മനിയിൽ ഇരുന്നാലും ഏത് അട്ടപ്പാടിയിലോ പട്ടിക്കാട്ടിലോ ഇരുന്നാലും ഒരു മനുഷ്യൻ കർത്താവെ എന്ന് വിളിച്ചാൽ അവന്റെ അടുക്കൽ ചെന്നിരിക്കാനുള്ള അധികാരം യേശുവിനുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലോക അവസാനത്തോളം ഈ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ ടൈം ലിമിറ്റ്, ബിയോണ്ട് ദ ഏരിയ ലിമിറ്റ്. ദൈവത്തിന് യേശുവിന്റെ അധികാരത്തിൽ സമയപരിധിയില്ല. യേശുവിന്റെ അധികാരത്തിൽ സ്ഥലപരിധിയില്ല. ഏത് സ്ഥലത്തും യേശുവിന് കൂടിയിരിക്കാൻ കഴിയും. ഏത് സമയത്തും യേശുവിന് കൂടിയിരിക്കാൻ കഴിയും. അതുകൊണ്ടാ യേശു തിരുവെഴുത്ത് പറയുന്നത്, തീയിൽ കൂടി കടന്നാലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ തീയുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്മേൽ എനിക്ക് അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഇപ്പോഴും എനിക്ക് നിന്നോടുകൂടെ ഇരിക്കുവാൻ കഴിയും. ബിയോണ്ട് ദ ലിമിറ്റേഷൻസ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, യേശുവിന്റെ അധികാരത്തിന്റെ 4ാമത്തെ തലം ഞാൻ പറയുകയാണ്. ഏത് സാഹചര്യത്തിലും എന്നോടും നിങ്ങളോടും കൂടെ നിൽക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എയർപോർട്ടിൽ വന്ന്
അമേൻ, ക്യൂവിൽ കൂടെ നിങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ അവർക്ക് കൂടെ വരാൻ അധികാരമുണ്ടോ? ഇല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തിന് എയർപോർട്ട് വരെ പോണം? കിൻഡർ ഗാർഡനിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടിട്ട് ക്ലാസ് റൂമിനകത്തേക്ക് കയറി അവന്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? ചിലപ്പോ കിൻഡർ ഗാർഡനിൽ കരയുന്നത് കൊണ്ട് സമ്മതിച്ചേക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ കൂടെ അവന്റെ ക്ലാസ്സിൽ കയറിയിരിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? സമ്മതിക്കുകയില്ല. വാതിലിന്റെ വെളിയിൽ നിന്നിട്ട് പോകാൻ പറയും. പക്ഷെ കർത്താവ് പറയുകയാണ്, എനിക്ക് അധികാരമുണ്ട്. ഐ ക്യാൻ ബി വിത്ത് ഹിം ഇൻ ദ ക്ലാസ് റൂം, ഇൻ ദ കോളേജ് റൂം, ഇൻ ദ യൂണിവേഴ്സിറ്റി, ഇൻ ദ ഓഫീസ് റൂം, ഇൻ ദ ടൈം ഓഫ് ട്രിബുലേഷൻ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എവിടെയും ഐ ക്യാൻ ബി വിത്ത് ഹിം, ഐ ക്യാൻ ബി വിത്ത് ഹെർ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ യേശുവിന്റെ അധികാരം. അപ്പൊ യേശുവിന്റെ അധികാരത്തിന്റെ 4 തലങ്ങളെ ഞാൻ പറഞ്ഞു. സമയം അവസാനിക്കുന്നു. എന്നാൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ഒരു അടുത്ത ഭാഗത്തിലേക്ക് ഒന്ന് തൊട്ടു നിർത്താം. അതാണ് നമ്മുടെ അടുത്ത ഭാഗം. 1 ഈവിൽ അതോറിറ്റി, 2 ജീസസ് അതോറിറ്റി. ജീസസ് അതോറിറ്റിയെ 2 ഭാഗമായിട്ട് നാം പഠിച്ചു. 1 കമ്പയറിംഗ് ജീസസ് അതോറിറ്റി വിത്ത് ഈവിൽ അതോറിറ്റി. അടുത്ത തലം ജീസസ് അതോറിറ്റി, യേശുവിന്റെ അധികാരം എന്താ എന്നുള്ളത്. അത് യേശുവിന്റെ ജീവിതത്തിൽ നമ്മളുമായുള്ള ബന്ധത്തിൽ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം, നമ്മുടെ അധികാരത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ചോദിക്കാം, യേശു ആർക്കാണ് തന്റെ അധികാരം കൊടുക്കുന്നത്? ടു ഹൂം ഹി ഗീവ്സ് ദ അതോറിറ്റി. അതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് അധികാരം തരും കർത്താവ്, നമുക്ക് അധികാരം തരും, നമുക്ക് അധികാരം തരും, നമ്മൾ എപ്പോഴും പറയും. പക്ഷെ ചോദിക്കാം, ആർക്കാണ് കർത്താവ് അധികാരം നൽകുന്നത്? മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എവിടെ വായിക്കുമ്പോൾ 13:34, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ. അവിടെ ഒരു യജമാനൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ ഏൽപ്പിക്കുന്നത്. 1 അധികാരം, 2 വേല, 3 ജാഗ്രതയായിരിക്കാനുള്ള ഉത്തരവാദിത്വം. ഒരു 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 യജമാനൻ നൽകുന്ന 3 കാര്യങ്ങൾ: അധികാരം, വേല, ഉത്തരവാദിത്വം. ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. ഒരു വീട്ടിലെ ഭർത്താവ് ദൂരയാത്ര പോയി, കൊച്ചുങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, പപ്പ വരാൻ കാത്തിരിക്കും, പപ്പ കൊണ്ടുവരുമ്പോ മുട്ടായി കൊണ്ടുവരുമെന്നൊക്കെ കാത്തിരിക്കും. പക്ഷെ 9 മണിയാകുമ്പോ അവർക്ക് ഉറക്കം വന്നാൽ അവര് കിടന്നുറങ്ങും. പക്ഷെ ഭാര്യ അന്ന് മുഴുവനും കിടന്ന് കഷ്ടപ്പെട്ടതാണെങ്കിലും ഭാര്യ കട്ടിലേ പോയി കിടക്കത്തില്ല. ഇനി ഉറക്കം വന്നാൽ പോലും വീടിന്റെ വാതിലിന്റെ അടുക്കലെ ചെയറിൽ വന്നിരുന്ന്, സെറ്റിയിൽ വന്നിരുന്ന് ഇങ്ങനെ തൂങ്ങിയിരിക്കും. എന്താ കാര്യം? ഭർത്താവ് വരുമ്പോൾ കതക് തുറന്നു കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഭാര്യയ്ക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ, ഉത്തരവാദിത്വമില്ല. അവര് സുഖമായിട്ട് കിടന്നുറങ്ങും, കാരണം അമ്മ തുറന്നു കൊടുത്തോളുമല്ലോ. ഇതാണ് കർത്താവ് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്: അധികാരം, വേല, ഉത്തരവാദിത്വം. അധികാരം മാത്രമായിട്ട് മേടിക്കാൻ നിൽക്കരുത്, വേലയും ഉത്തരവാദിത്വവും കൂടെയുണ്ട്. അപ്പോൾ ചോദിക്കാം, ഇത് ആർക്കാണ് ഈ അധികാരം കൊടുക്കുന്നത്? അതാണ് വളരെ മനോഹരമായിരിക്കുന്ന ഭാഗം. ഒരു യജമാനൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ അവൻ ദാസന്മാർക്ക് അധികാരം കൊടുത്തു. അവൻ ദാസന്മാർക്ക് അധികാരം കൊടുത്തു. ഇത് കണ്ടോ? ദാസന് ദൈവം ദാസന് യജമാനന് അധികാരം കൊടുത്തു. ദാസന്മാർക്കാണ് അധികാരം ലഭിക്കുന്നത്. അത് ദാസൻ അധികാരം ലഭിക്കുമോ സഹോദരങ്ങളെ? എന്താ ഈ പറയുന്ന ദാസന്മാർക്ക് അധികാരം കൊടുത്തത്? ദാസന്മാർക്ക് അധികാരം കൊടുത്തു. യജമാനന്റെ അഭാവത്തിൽ യജമാനൻ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുവാൻ യജമാനന് അധികാരം കൊടുത്തു ദാസന്റെ മേൽ. ഇതാണ് ഒരു ദൈവ പൈതൽ അധികാരം പ്രാപിക്കും. അവൻ എപ്പോഴാണ് അധികാരം പ്രാപിക്കുന്നത്? ദാസനാകുമ്പോഴാണ് അധികാരം പ്രാപിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, യേശു കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും.
യേശു കർത്താവിന് ഈ അധികാരം വരുവാൻ ഒരു കാരണമുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ദേശത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. ആകയാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുമെന്ന് പറയുമ്പോൾ അനുസരണമുള്ളവനാണ് അധികാരം നൽകിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അനുസരണമുള്ളവൻ അധികാരം നൽകി. ഞാൻ മുൻപും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത്. യേശു കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ 7 ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ 7 തത്വങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടെ ആരാണ്? ദൈവം പിതാവാണ്. നിന്റെ രാജ്യം വരണമേ, അവിടെ ദൈവം ആരാണ്? രാജാവാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഇവിടെ ആരാണ്? യജമാനനാണ്. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത് ആരുടേതാണ്? പുരോഹിതന്റേതാണ്. ഗോഡ് ദ പ്രീസ്റ്റ്. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ, ദ പ്രൊവൈഡർ ഗോഡ്. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ദ പ്രൊട്ടക്ടർ ഗോഡ്. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിച്ചു തരണമേ. ക്ഷമിച്ചു കൊടുക്കുന്നത് ആരാണ്? ജഡ്ജാണ്. അപ്പൊ 7 ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് ആണ് യേശു കർത്താവിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്. ഫാദർ ഗോഡ്, കിങ് ഗോഡ്, പ്രീസ്റ്റ് ഗോഡ്, പ്രൊവൈഡർ ഗോഡ്, പ്രൊട്ടക്ടർ ഗോഡ്, ജഡ്ജ് ഗോഡ്. ഇങ്ങനെ ദൈവത്തിന്റെ 7 അനുഭവങ്ങളാണ് അവിടെ പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, രാജാവ്, നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, പുരോഹിതൻ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, യജമാനൻ, അന്നുള്ള ആഹാരം തരണമേ, പ്രൊവൈഡർ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, പ്രൊട്ടക്ടർ, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ജഡ്ജ്. ഇങ്ങനെ 7 ആട്രിബ്യൂട്ട്സ് പറയാണ്. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം, യേശു കർത്താവ് അവിടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു യജമാനനെ അവിടെ പറയുന്നുണ്ട്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സാറിന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്ന് പറയുന്നത് ഒരു മകനല്ല പറയുന്നത്, ഒരു ദാസനാണ്. യേശു ഗത്സമന തോട്ടത്തിലേക്ക് കയറി പോകുന്നത് മകനായിട്ടാണ്. ശ്രദ്ധിക്കണേ, യേശു ഗത്സമന തോട്ടത്തിലേക്ക് കയറി പോകുന്നത് ഒരു മകനായിട്ടാണ്. മകനായിട്ട് കയറിപ്പോയി. എന്നിട്ട് മകനായിട്ട് കയറി ഗത്സമന തോട്ടത്തിൽ മുട്ടുകുത്തി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. ഇവിടെ യേശു ആരായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ആസ് ദ സൺ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. മകൻ അപ്പനോട് പ്രാർത്ഥിച്ചാൽ അപ്പന് മറികടക്കാൻ കഴിയുമോ? മകൻ അപ്പനോട് കരഞ്ഞാൽ അപ്പന് മറികടക്കാൻ കഴിയുമോ? മറികടക്കാൻ കഴിയുന്നില്ല. സ്വർഗം നിശ്ചലമായി. ഗത്സമനത്തോട്ടത്തിൽ മകനിരുന്ന് അപ്പനോട് കരയുകയാ. എന്തു ചെയ്യണമെന്നുള്ള ആശങ്ക നിഴലിക്കുന്നത് പോലെ തോന്നി. സ്വർഗം നിശ്ചലമായത് ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞ യേശു കർത്താവ് പെട്ടെന്ന് മുട്ടിന്മേൽ നിന്ന് അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ. അവിടെ സൺ ആരായി മാറ്റപ്പെട്ടു? സെർവന്റായി മാറ്റപ്പെട്ടു. ഗത്സമന തോട്ടത്തിലേക്ക് യേശു കയറി പോകുന്നത് പുത്രനായിട്ടാണ്. പക്ഷെ ഗത്സമന തോട്ടത്തിൽ വെച്ച് പുത്രൻ എന്നുള്ള സ്ഥാനത്തെ എടുത്തു കളഞ്ഞ് പ്രാർത്ഥന മുറിയിലെ ഒരു ദാസൻ, പ്രാർത്ഥനാ പീഠത്തിലെ ഒരു ദാസനായി മുട്ടുകുത്തി കല്ലിന്മേലിരുന്ന് പിതാവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ മകനാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം. പക്ഷെ ആ പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോ യേശു ഒരു പുത്രനെ പോലല്ല പ്രാർത്ഥിച്ചത്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ. I am thy servant and you are my master. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. At the garden of Gethsemane, in the mount of Olive, ഒലിവുമലയുടെ ഗത്സമനത്തോട്ടത്തിൽ യേശു വിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ പുത്രനെങ്കിലും ഇതാ ഒരു ദാസനെ പോലെ നിന്റെ അടുക്കലേക്ക് വരുന്നു. ഫിലിപ്പി ലേഖനത്തിൽ അതാ പറഞ്ഞത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം തന്നെ താൻ താഴ്ത്തി. The Lord became a servant, humble and rejected,
God became a man. What a sorrow. പുത്രൻ ദാസനായി തീർന്നു. ആ ദാസ്യത്വത്തിൽ നിന്ന് അവൻ അധികാരങ്ങളെ വിട്ടുകളഞ്ഞു. ഗത്സമനയിൽ അവൻ അധികാരം ഉപയോഗിച്ചു വേണേ മരണത്തിലേക്ക് പ്രവേശിക്കാം. പീലാത്തോസിന്റെയും കയ്യഫാവിന്റെയും ഹന്നാവിന്റെയും അരമനകളുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി പുറമുഴവുചാൽ പോലെ കീറുമ്പോൾ യേശുവിന് വേണമെങ്കിൽ തന്റെ അധികാരം ഉപയോഗിക്കാം. പക്ഷേ യേശു അത് ചെയ്തില്ല. പീലാത്തോസിന്റെ അടുക്കൽ നോക്കി പറയുകയാണ്, ഇപ്പോൾ ഞാൻ എന്റെ അപ്പനോട് പ്രാർത്ഥിച്ചാലും ഒരു ലീജിയണിലധികം ഏഞ്ചൽസിനെ എനിക്ക് വേണ്ടി ഇറക്കി തരുമായിരുന്നു. ഞാൻ സ്വർഗത്തിലെ രാജകുമാരനാ, ഞാൻ സ്വർഗത്തിലെ സൈന്യാധിപനാ, ഞാനൊരു ശതാധിപനല്ല, ഞാനൊരു സഹസ്രാധിപനല്ല. All the host in the heaven, it's under my control. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഏഞ്ചൽസ് ഇറങ്ങി വരും, സ്വർഗത്തിൽ നിന്ന് സൈന്യം ഇറങ്ങി വരും. പക്ഷെ ഞാൻ മിണ്ടത്തില്ല, എന്റെ അധികാരത്തെ ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ നിശബ്ദനായിരിക്കുകയാ. ഞാനിപ്പോൾ ദാസന്റെ രൂപമാ, ഞാനിപ്പോൾ ദാസന്റെ വേഷമാ. എനിക്ക് അധികാരം ഇപ്പോൾ വേണ്ട. സ്വർഗം അത് കേട്ട് നിശബ്ദമായി നിശ്ചലമായി നോക്കി നിൽക്കുകയാണ്. ഇസ്ലാമികർ പറയും, യേശു ക്രൂശിലേക്ക് പോകുമ്പോൾ വേറെ ഒരു ദൂതൻ വന്ന് യേശുവിന് വേണ്ടി പകരം നിന്നെന്ന്. നോ, യേശു പറഞ്ഞു, വായി കൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ഒരു ദൂതനെ അല്ല, ഒരു ലീജിയനെ തന്നെ പറഞ്ഞു വിടും. പക്ഷെ ഞാൻ പറയത്തില്ല. ഞാനിപ്പോൾ ഒരു ദാസനെ പോലെ നിൽക്കുകയാ. സ്വർഗത്തിലെ അധികാരം ആദ്യം നൽകപ്പെട്ടത് ദാസരൂപമെടുത്ത യേശുവിനാണ്. All the authority go to the servant. യേശു പറഞ്ഞു, ദാസനെ ദൈവം അധികാരം കൊടുക്കത്തുള്ളൂ, ദാസനെ ദൈവം അധികാരം കൊടുക്കത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവിക അധികാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ be a true servant of God. Be a true servant of God. Be a true servant of God. സൺഷിപ്പിൽ നിന്നാൽ ദൈവത്തോട് പലതും നമുക്ക് വാദിക്കാൻ കഴിയും. സൺഷിപ്പിൽ നിന്നാൽ പലതും ദൈവത്തോട് ക്ലെയിം ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു സെർവൻഹുഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ദൈവത്തോട് പറയാൻ കഴിയുകയില്ല. അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ നൽകുന്നെങ്കിലും ആശീർവാദം എന്ന് പറഞ്ഞ് നേരുനിരപ്പായ വഴിയോ നീണ്ട നടയോ കുറുതോ എന്തായി ഭാരം കരഞ്ഞോടുന്നതോ, I am the bond servant. I am the true slave. ഞാൻ മരണം വരെയും നിനക്കടിമ. എന്റെ കാതുകൾ നിന്റെ കട്ടളയോട് ചേർത്തടിച്ചതാ. I am your servant forever. No Lord, I am your slave forever. എന്റെ സഹോദരങ്ങളെ, സെർവന്റിനെ കാട്ടിലും വലുതാണ് സ്ലേവ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് ഒരു ദാസനെ പോലെ കടന്നു ചെല്ലുവാൻ കഴിയുമെങ്കിൽ യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരത്തെ കൊടുത്തു. തന്റെ അഭാവത്തിൽ താൻ ഈ വീട്ടിലില്ലാത്തപ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം അധികാരത്തെ കൊടുത്തു. ഇന്ന് രാത്രി ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് മല്ലിട്ട് നിൽക്കുകയല്ല, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ ദൈവത്തോട് മസിൽ പിടിക്കുകയല്ല, ജീവിതത്തിന്റെ ദൈവിക പ്രോസസ്സുകളിൽ ദൈവത്തോട് ഇടറുകയല്ല. പകരം let us humble ourselves as a bond servant. Let us submit ourselves as a bond servant. ഒരടിമയെ പോലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം ആദ്യം അധികാരം നൽകിയത് ദാസരൂപം എടുത്ത യേശുവിനാ. സ്വന്തം പുത്രനെങ്കിലും അധികാരം പ്രാപിക്കേണ്ടതിന്, സർവ അധികാരവും പ്രാപിച്ച് ഏറ്റവും ഉന്നതത്തിൽ ഇരിക്കേണ്ടതിന്, സകലത്തെയും കാൽ കീഴാക്കേണ്ടതിന്,
സകല ശത്രുക്കൾ അധികാരങ്ങളെ ആയുധവർഗം വയ്പ്പിക്കേണ്ടതിന് he became a servant. അവൻ ഒരു ദാസനായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തോട് ഒരു കൃപ ചോദിക്കാം. അപ്പാ, നിന്റെ അധികാരങ്ങളെ ഞാനൊന്ന് റിസീവ് ചെയ്യേണ്ടതിന് എന്നെ അങ്ങയുടെ ഒരു നല്ല ദാസനാക്കി തീർക്കാമോ? എന്നെ ഒരു നല്ല ദാസനാക്കി തീർക്കാമോ? പലപ്പോഴും പുത്രനെന്ന അവകാശത്തിൽ നിന്ന് നന്മകളെ ചോദിക്കുക. പലപ്പോഴും പുത്രനെന്ന അവകാശത്തിൽ നിന്ന് കഷ്ടതകൾ വരുമ്പോ പിറുപിറുക്കുക. പലപ്പോഴും പുത്രനെന്ന അവകാശത്തിൽ നിന്നുകൊണ്ട് കഷ്ടതകളുടെ മുമ്പിൽ ദൈവത്തോട് മസിൽ പിടിക്കുക. നോ, I want to be the true servant. I want to be the born servant. നിന്റെ അധികാരത്തെ ഞാൻ സ്വീകരിക്കട്ടെ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ, ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ വാസം ചെയ്യണം ഇനി വിനയം എൻ്റെ ഉള്ളിലും നാഥനെ വാസം ചെയ്യണം ഇനി വിനയം എൻ്റെ ഉള്ളിലും നാഥനെ. ഈ രാത്രികാലം ദൈവിക അധികാരങ്ങളിലേക്കുള്ള ചവിട്ടുപടി ദാസ്യത്തിന്റെ മനോഹര കവാടമാണെന്ന് തിരിച്ചറിഞ്ഞു കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവിക അധികാരങ്ങളിലേക്ക് കയറാം. നമ്മളുടെ മേൽ ദൈവം പകരുന്ന ദൈവിക അധികാരങ്ങൾ അടുത്ത ദിനത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഏറെ ഉണ്ടത്, വളരെ വിശാലമായിട്ടുണ്ടത്. അടുത്ത ഒരു മണിക്കൂറിനകത്ത്, അടുത്ത ദിവസത്തിൽ ഒരു മണിക്കൂറിനകത്ത് ചുരുക്കമായിട്ടൊന്ന് ധ്യാനിക്കാം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവിക അധികാരത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇതിനെ എല്ലാമായി എന്ന് നിങ്ങൾ കരുതരുത്. ഒരു 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 സമുദ്രത്തിലെ ഒരു കുമ്പിൾ വെള്ളം മാത്രമാണ്. ദൈവവചനത്തിലെ ആഴമേറിയ മർമ്മങ്ങൾ ഇനിയും അധികമായി കിടപ്പുണ്ട്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. അഭിഷേക കർത്തൃദാസനും കുടുംബത്തിനും നന്ദി സ്നേഹം അറിയിക്കുന്നു. God bless you. God bless you all. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി ദൈവത്തിന് നന്ദിയോട്